ഹായ് ഒത്തുമണികളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഒത്തുമണികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, നമ്മുടെ ഇഡലി, നല്ല സോഫ്റ്റ് ഇഡലി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ചോറ് അങ്ങനെയുള്ള ഐറ്റം ഒന്നും വേണ്ട. ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്ന രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല, നല്ല സോഫ്റ്റ് ഇഡലി കിട്ടും. അതിന്റെ ഒരു സംഭവമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നും പറയുന്ന മാതിരി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ആ വീഡിയോയിലോട്ട് തന്നെ നേരെ പോയാലോ. ഞാൻ 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ റേഷൻ കടയിലെ പച്ചരിയാണ്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ 3 ഗ്ലാസ് പച്ചരി എടുത്തില് അതേ കണക്കിന് അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ ഒന്ന് നമുക്ക് കുതിർക്കാൻ വെക്കാം. ഇപ്പൊ നമ്മൾ ഏകദേശം രാവിലെ ഇട്ട് വെച്ച അരിയാണ്. അരി ഉഴുന്നും ഒരുമിച്ചിട്ടാണ്. ഇനി നമുക്കത് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മളിപ്പോ രാത്രിയാണ് ഇപ്പൊ അരയ്ക്കാൻ പോകുന്നത്. കുറേശ്ശെ ഇട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ കുറച്ച് ആട്ടി എടുത്തിട്ടുണ്ട്, നമുക്ക് പാത്രത്തിലിട്ട് മാറ്റാം. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നമുക്കൊന്ന് ആട്ടിയെടുക്കാം. ഇത് നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന പച്ചരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ പഞ്ഞി പോലത്തുള്ള ഈ ഇഡലി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ മാവ് നല്ല നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. ഇപ്പൊ നമ്മൾ മാവ് അരച്ച ജാറിൽ തന്നെയാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പാല് മതി, 1-ാം പാല്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇടുന്ന ഒരു 1/2 സ്പൂൺ ഈസ്റ്റ് ആണ്. ഒന്ന് കലക്കിയെടുക്കും. ഇപ്പൊ നമ്മൾ വെള്ളത്തിനകത്തിട്ട് എടുത്തു വെച്ചിരുന്ന ഈസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്ത നമ്മൾ ഇടാൻ പോകുന്ന ഒരു 2 സ്പൂൺ പഞ്ചസാരയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒഴിക്കുന്നത് ഒരു 3/4 കപ്പോളം തേങ്ങാപ്പാലാണ്. അത് ഒഴിച്ചു കൊടുക്കും. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാം. അപ്പൊ നമ്മൾ ആ ബാക്കി ഇരുന്ന് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമ്മളെല്ലാം ഇളക്കൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ നമുക്കൊന്ന് നോക്കാം ഇത് എങ്ങനെയുണ്ട് സംഭവം. അപ്പൊ നമ്മളിത് ഇന്നലെ രാത്രിയിൽ നമ്മൾ ആട്ടി വെച്ച മാവാണ്. ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാം. അങ്ങനെ ഇഡ്ഡലിയുടെ മാവ് നമുക്കിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാം. അപ്പൊ നമ്മൾ ഇഡ്ഡലിത്തട്ട് വെച്ച് ഒന്ന് ചൂടാവട്ടെ. തട്ടൊക്കെ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മാവ് കോരി ഒഴിക്കാം. അപ്പൊ തട്ടൊക്കെ ചൂടായി വന്ന് അതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് എല്ലാത്തിലും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തട്ടിലേറ്റ് കോരി ഒഴിക്കാം. അടുത്ത തട്ടിൽ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു. നമുക്കത് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടല്ലോ, 10 മിനിറ്റിനകത്തുള്ളിൽ നമുക്ക് റെഡിയായി കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെറും ലോ ഫ്ലെയിമിലാണ് ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അല്ലാതെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് എന്തോന്നു. ഓക്കെ, ഒന്ന് തണുക്കാൻ വെക്കാം. നമ്മളെ ഇഡ്ഡലി നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഞെക്കുമ്പോൾ കണ്ടതാ. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.